السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. أما بعد، إن نريد الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد نصركم الله ببدر وأنتم أذلة واتقوا الله لعلكم تفلحون. صدق الله مولانا العظيم. സഹോദരങ്ങളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന ഒരു രാഷ്ട്രമായി പ്രഖ്യാപിച്ചു. അതിൻ്റെ ഭരണാധികാരിയായി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥാനമേറ്റെടുക്കുകയും മദീനയിലുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും കോർത്തിണക്കി ഒരു സമൂഹമാക്കി അവരെ മാറ്റുകയും ലോകത്തിന് തന്നെ മാതൃകയാവുന്ന ഒരു ഭരണഘടന പ്രഖ്യാപിക്കുകയും ചെയ്തതോടുകൂടി പുതിയ ഒരു യുഗത്തിൻ്റെ പിറവിയാണ് ലോകം കാണുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭരണകാലത്ത് മുസ്ലിങ്ങൾക്ക് ഒരു താരീഖ് നിശ്ചയിക്കണം എന്ന ചർച്ചയ്ക്ക് വന്നപ്പോൾ ഈ താരീഖിന് അടിസ്ഥാനമായി ഏതൊരു വിഷയമാണ് കാണേണ്ടത് എന്ന് ചർച്ച ചെയ്ത കൂട്ടത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം തൊട്ട് അവിടത്തേക്ക് നബുവത്ത് കിട്ടിയത് തുടങ്ങി പല കാര്യങ്ങളും പലരും അഭിപ്രായപ്പെട്ടെങ്കിലും മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അഭിപ്രായം എന്തുകൊണ്ടും ലോകത്തിൻ്റെ ഗതി മാറ്റിക്കുറിച്ച പുതിയൊരു ചരിത്രം ലോകത്തിന് സമ്മാനിച്ച സംഭവം ഹിജ്റയോടുകൂടിയാണ് ഉണ്ടായത്. അതുകൊണ്ട് മുസ്ലിങ്ങളുടെ താരീഖ് ഹിജ്റ മുതൽ നിശ്ചയിക്കണം എന്ന് അലി റളിയല്ലാഹു തആല അൻഹു അഭിപ്രായപ്പെടുകയും സഹാബത്ത് അത് കണ്ടതിനെ അംഗീകരിക്കുകയും ചെയ്തു. അറബികളുടെ അന്നത്തെ സാമൂഹ്യ ചുറ്റുപാട് മനസ്സിലാക്കിയാൽ പേർഷ്യയുടെ പരിസരങ്ങളാവുന്ന കിഴക്കൻ അറേബ്യ പേർഷ്യയുടെ കീഴാളരായിട്ട് അവരുടെ ഭരണത്തിന് കീഴിൽ ജീവിക്കുകയാണ്. വടക്ക് പ്രദേശത്താണെങ്കിൽ വടക്കേ അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങൾ പേർഷ്യ റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ അവരുടെ മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ട് അവരുടെ കീഴ്ഭരണക്കാരായിക്കൊണ്ട് അവിടെയും ഈ രണ്ട് ഭാഗവും ഒഴിച്ചാൽ ബാക്കി ഏതാണ്ട് അറബി ലോകം മുഴുവനും ഒരു നിയമാനുസൃത ഭരണം ഇല്ല. അവർക്ക് അങ്ങനെ പ്രത്യേകമായ ഒരു രാഷ്ട്രമില്ല. ഗോത്രത്തലവന്മാര് അപ്പപ്പോൾ തീരുമാനിക്കുന്നത് എന്തോ അതാണ് അവരുടെ മതവും അത് തന്നെ, രാഷ്ട്രവും അത് തന്നെ, രാഷ്ട്രീയവും അത് തന്നെ. അതിൻ്റെ അപ്പുറമൊന്നുമില്ല. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നതായിരുന്നു അതിൻ്റെ ആകതത്വം. അതുകൊണ്ട് പരസ്പരം കൊന്നും കൊല്ലിച്ചും പിടിച്ചു പറിച്ചും കൊള്ള ചെയ്തും ആക്രമിച്ചും അങ്ങനെ ജീവിക്കുന്ന ഒരു നിയന്ത്രണവുമില്ലാത്ത ഒരു ജനവിഭാഗം. അവർക്ക് പേര് തന്നെ ചരിത്രം പരിചയപ്പെടുത്തുന്നത് ബനൂ മൗസമാന. ഒരു പ്രദേശത്ത് കുറച്ചു കാലം താമസിക്കും. അവർക്ക് കുറെ ആടുണ്ടാവും, കുറെ ഒട്ടകങ്ങളും ഉണ്ടാവും. അതിന് കുടിക്കാനുള്ള വെള്ളവും ഭക്ഷിക്കാനുള്ള ചെടിയും പുല്ലും ഒക്കെ ഉള്ള കാലത്ത് അവിടെ താമസിക്കാൻ പേരൊന്നുമില്ല, തമ്പിട്ടയ്യ. അവിടെ വെള്ളവും തീറ്റയും കുറച്ച് ക്ഷാമം വന്നാൽ ഈ തമ്പ് പൊളിച്ച് ആ മൃഗങ്ങളെയും തെളിച്ച് വേറെ ഏതെങ്കിലും ദിക്കിക്ക് പോവും. എവിടെയാണോ വെള്ളവും മൃഗങ്ങൾക്ക് തീറ്റയും കിട്ടുന്നത് അവിടെ വീണ്ടും തമ്പടിക്കും. ഇങ്ങനെ ഒരു അലക്ഷ്യമായി നൂല് പൊട്ടിയ പട്ടം പോലെ അലക്ഷ്യമായി ഇങ്ങനെ പറക്കുന്ന കുറേ കൊച്ചു 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 സമൂഹങ്ങളായിട്ടുള്ള ഗോത്രങ്ങളാണ്. ഇവരെ കോർത്തിണക്കി ഒന്നാക്കി നീതിയുടെയും ന്യായത്തിൻ്റെയും സത്യത്തിൻ്റെയും മാർഗത്തിൽ അവർക്ക് നേതൃത്വം കൊടുത്ത്
അവരെ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യിക്കുക എന്ന അതിമഹത്തായ ലക്ഷ്യം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൗത്യത്തിൽപ്പെട്ട പ്രധാന ഒരു ലക്ഷ്യമായിരുന്നു. ഇപ്പോ ഇഷ്ടം പോലെ നടക്കാൻ പറ്റുന്ന ഗോത്ര സംസ്കാരം, അതിന് വിലങ്ങുതടിയാണ് മദീന. അതുപോലെ പേർഷ്യ സാമ്രാജ്യത്തിനും റോമ സാമ്രാജ്യത്തിനും അതിലേറെ ഭീഷണിയാണ് മദീനയുടെ ഭരണഘടന. നീതിയും ന്യായവും സത്യവും എല്ലാവർക്കും തുല്യമായി നടപ്പിലാക്കിക്കൊണ്ട് ഓരോ സമൂഹത്തെയും അംഗീകരിച്ച് അവർക്കുള്ള ആദരവും സ്ഥാനവും രാഷ്ട്രം വകവെച്ചു കൊടുത്ത് നീതിക്കും ന്യായത്തിനും വേണ്ടി കോർത്തിണക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഈ മഹാചക്രവർത്തിമാരുടെ രണ്ട് സാമ്രാജ്യവും അത് വളരെ ഭീതിയോടെയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഗോത്രവർഗങ്ങളിൽ നിന്നും പേർഷ്യ റോമ സാമ്രാജ്യങ്ങളിൽ നിന്നും കടുത്ത ഭീഷണി മദീനക്കുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഭീഷണി നേരിടുന്ന ഈ പുതിയ രാഷ്ട്രം, ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് കൈമലർത്തി നിൽക്കുന്നവൻ അങ്ങനെ ഒരു രാജ്യം ഭരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളും ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 24 മണിക്കൂറും നിതാന്ത ജാഗ്രതയിലായിരുന്നു. ഒരു കാരണം, മദീനയിൽ തന്നെ ചെറിയൊരു ന്യൂനപക്ഷമേ മുസ്ലിമായിട്ടുള്ളൂ. മുശ്രിക്കുകളും യഹൂദികളുമാവുന്ന വലിയൊരു സംഘമുണ്ട്. അവർ അംഗീകരിച്ചെങ്കിൽ പോലും ഉള്ളിൽ ഒരിക്കലും അവർക്കത് തൃപ്തിയല്ല. ഇവരെ തിരിച്ചിട്ട് ഈ യഹൂദികളെയും മുശ്രിക്കുകളെയും കൂട്ടുപിടിച്ച്, റോമ സാമ്രാജ്യം ഒരു ഭാഗത്ത് യഹൂദികളെ കൂട്ടുപിടിച്ച് മദീനയെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിലേറെ ഭീഷണി ഉണ്ടായിരുന്നത് മക്ക. മക്ക എന്ന് പറയുന്ന രാഷ്ട്രം നബി തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു മദീന രാഷ്ട്രം നിലനിൽക്കുന്ന കാലത്തോളം മക്കത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് യഹൂദികളെയും അതോടുകൂടി മദീനയിലുള്ള മുശ്രിക്കുകളെയും കൂട്ടുപിടിച്ചുകൊണ്ട് മക്ക ഖുറൈശികളും തന്നെ മദീനയെ സ്വസ്ഥം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സ്വന്തമേ തന്നെ പ്രശ്നം, അതോടുകൂടി പുറമേ നിന്നുള്ള ശക്തികളുടെ പിന്നിൽ നിന്നുള്ള പിന്തുണയും കൂടിയായപ്പോ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സഹാബക്കൾക്കും സ്വസ്ഥമായി ഒരു രാത്രി ഉറങ്ങാൻ പോലും പറ്റാത്ത അത്രയും ഭീഷണമായ ഒരു സാഹചര്യം മദീനയിൽ സംജാതമായി. സഹാബാക്കൾ പറയാ, ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും വാളും പരിചയും തൊട്ടുചാരി വെച്ചുകൊണ്ടല്ലാതെ ഉറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏത് സമയത്തും എന്ത് സംഭവിക്കാമെന്ന ഒരവസ്ഥ. ഇവിടെ ഒരു ആധുനിക രാഷ്ട്രത്തിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും അക്കാലത്ത് തന്നെ മദീന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ ഒരുക്കി. അള്ളാഹുവിൻ്റെ നുബുവത്ത് കൊണ്ടല്ലാതെ ഒരു മനുഷ്യ ശക്തി കൊണ്ടത് സാധ്യമല്ല. ഇന്നലെ പറന്നു വീണ ഈ കൊച്ചു രാഷ്ട്രം കിസ്രയോടും കൈസറിനോടും നജ്ജാഷിയോടും എന്ന് വേണ്ട ലോകത്തുള്ള മുഴുവൻ എതിരാളികളുടെയും കണ്ണിൽ കരടായി നിൽക്കുമ്പോ ഏത് സമയത്തും അവര് കാറ്റിൽ പറത്തിക്കളയും. അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ശക്തമായ സഹായവും അതിനനുഗുണമായ നിലക്ക് ഭരണകൂടം ഉണർന്നു പ്രവർത്തിക്കുകയും ചെയ്യണം. അള്ളാഹു സഹായിക്കുന്നതിട്ട് കയ്യും കെട്ടി ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ചെയ്യേണ്ട ധർമ്മം നമ്മൾ ചെയ്യണം. എന്നിട്ട് അള്ളാഹുവിൽ തവക്കുലാക്കുകയും അവനോട് ദുആ ചെയ്യുകയും വേണം. അപ്പോൾ അള്ളാഹുവിന്റെ സഹായം കിട്ടുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സൈന്യത്തിന്റെ ചെറിയ 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 സംഘങ്ങളെ സമീപ പ്രദേശത്തുള്ള ഗോത്രവർഗങ്ങളിലേക്ക് അയക്കുക. എന്തിന്? അവരുടെ നീക്കം മണത്തറിയാനും അവര് ശത്രുവിന്റെ കൂടെ കൂടി മദീനക്ക് ഭീഷണിയാവുന്നുണ്ടോ എന്ന് അറിയാനും, ഉണ്ടെങ്കിൽ അവിടെ അച്ചടക്കം നടത്താനും. അതൊന്നും യുദ്ധം എങ്ങനെ പറയുന്നു, അതിനൊന്നും യുദ്ധം എന്നല്ല പറയാ. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഒരു സമരം നടക്കും നോക്കുക. ആ സമരം നടക്കുന്നിടത്ത് സ്വാഭാവികമായും സാധാരണ സമരമാണെങ്കിൽ പോലീസിനയക്കും. കുറച്ചുകൂടി ശക്തമാണെങ്കിൽ അർദ്ധസൈനിക വിഭാഗത്തെ, നമ്മളെ MSP ഒക്കെ പോലത്തെ അർദ്ധസൈനിക വിഭാഗത്തെ അയക്കും. കൂടുതൽ ഗുരുതരമാണ്, സാഹചര്യം
അപകടകരമാണ് എന്ന് കണ്ടാൽ പൂർണ്ണാർത്ഥത്തിൽ തന്നെ സൈന്യത്തെ ഇറക്കിക്കൊണ്ട് ഗവൺമെന്റ് അതിനെ നിയന്ത്രിക്കും. അതിനൊന്നും യുദ്ധം എന്നാരും പറയലില്ല. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യഘട്ടത്തിൽ ചെയ്തത്. ചുറ്റുവട്ടത്തുള്ള ഗോത്രങ്ങളിൽ അച്ചടക്കം വരുത്താനും അവരെ ശാന്തരാക്കി നിർത്താനും അവരെ കൂടി ഈ ന്യായത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാനും വേണ്ടി അവരെ ഇളക്കി വിടുന്ന ശക്തികളെ പേടിപ്പിക്കാനും ഇവരെ ഉറപ്പിച്ചു നിർത്താനും വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനിക നീക്കങ്ങൾ തുടങ്ങി. ആദ്യമായി റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഉൽ അവ്വലിൽ വന്നു. പള്ളി നിർമ്മാണം കഴിഞ്ഞു. ഹുജ്റ എന്ന വീട് നിർമ്മിച്ചു. പള്ളിയിൽ ബാങ്ക് സ്ഥാപിച്ചു. മുസ്ലിങ്ങൾക്ക് കെട്ടുറപ്പ് വന്നു. ഭരണഘടന എല്ലാവരെ കൊണ്ടും ഒപ്പിടിച്ചു രാഷ്ട്രമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞ് അപ്പോഴേക്ക് 7 മാസം പൂർത്തിയായിട്ടുണ്ട്. ഈ 7ാമത്തെ മാസമാവുന്ന റമദാനു ഷരീഫിൽ ബഹുമാനപ്പെട്ട സയ്യിദു ശുഹദാ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ നേതൃത്വത്തിൽ 30 മുഹാജിറുകളായ സഹാബാക്കളെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യാംബോന്റെ ഭാഗത്ത് സീഫുൽ ബഹർ എന്ന് പറയുന്ന സമുദ്രതീരത്ത്, കാരണം ഖുറൈശികളുടെ പ്രധാന ഷാം യാത്രയുടെ റൂട്ട് അതാണ്. ജുഹ്ഫ, യാംബോ തുടങ്ങി ഈ റൂട്ടിലൂടെ പോയിട്ടാണ് അവര് ഷാമിൽ പോവുക. അപ്പൊ അവിടെയൊക്കെയുള്ള ഗോത്രങ്ങളെ സ്വാഭാവികമായും ഖുറൈശികൾ സ്വാധീനിക്കും. കാരണം അവരുടെ യാത്ര സുരക്ഷിതമാകാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മുമ്പ് അവരുമായി സന്ധി ചെയ്ത് മദീനയുമായി സഹകരണ കരാറിൽ ഒപ്പിടിക്കുക. അപ്പോഴേ മദീനത്തിന് സ്വസ്ഥത ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഖുറൈശികളുടെ പിന്തുണയോടുകൂടി ഈ പരിസര പ്രദേശങ്ങളിലുള്ള ഗോത്രവർഗങ്ങൾ ഇളകി പുറപ്പെട്ടാൽ മദീനയുടെ സുരക്ഷക്ക് അത് ഭീഷണിയാവും. അങ്ങനെ സീഫുൽ ബഹറിൽ പോയി. അവിടെ വെച്ച് ഖുറൈശികളുടെ ഒരു കച്ചവട സംഘം ഷാമിലേക്ക് പോകുന്നുണ്ട്. അബൂജഹൽ ഉൾപ്പെടെയുള്ള 300 അംഗ സംഘം. അബൂജഹൽ ഉൾപ്പെടെയുള്ള 300 അംഗ സംഘം ഷാമിലേക്ക് കച്ചവടത്ത് പോകുന്ന സീഫുൽ ബഹറിൽ വെച്ചിട്ട് അവർ നേരിൽ കണ്ടുമുട്ടി. ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആലയുടെ നേതൃത്വത്തിൽ വെറും 30 ആളേ ഉള്ളൂ. അബൂജഹലിന്റെ നേതൃത്വത്തിൽ 300 ആളുണ്ട്. ഇവരെ സാമ്പത്തികമായ ഒരു ഉപരോധം ഏർപ്പെടുത്താതെ മക്കയെ പാഠം പഠിപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി. ഇപ്പൊ അമേരിക്ക ഒക്കെ കണ്ടിട്ടില്ലേ, അനങ്ങ അമേരിക്കയുടെ താല്പര്യത്തിന് എതിരാണെന്ന് ആര് തോന്നിയാലും അപ്പോ അവിടെ വ്യാപാര ഉപരോധം, മറ്റ് ഉപരോധം, 101 ഉപരോധങ്ങൾ അവർക്ക് ഇഷ്ടത്തിന് അങ്ങനെ വെക്കുക. അതൊക്കെ തെറ്റില്ല. ഇസ്ലാമിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാജ്യരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ശത്രു രാജ്യത്തിന്റെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയതിന് എന്ത് ന്യായക്കേടാണുള്ളത്? ലോകത്ത്, ആധുനിക ലോകത്ത് എന്ത് ന്യായക്കേടാണ് ഇതിലുള്ളത്? ഒരിഷ്ടം പോലെ പണം സമ്പാദിച്ച് ആയുധം ശേഖരിച്ച് സൈനിക ശക്തിയായി നമ്മളെ വരുമ്പോ നോക്കാൻ നിൽക്കണം, അതാണോ ബുദ്ധി? അതേ സമയത്ത് എല്ലാ ഹുങ്കിന്റെയും അടിസ്ഥാനം സാമ്പത്തിക വളർച്ചയാണ്. അതിന്റെ തലയങ്ങ് തട്ടിക്കളഞ്ഞാൽ ഇരിക്കുന്നോടത്തോടെ ഇരുന്നോളൂ. അതിനു വേണ്ടി തന്നെ ഈ റൂട്ടിൽ നിരന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈന്യത്തെ അയച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇരു കക്ഷിയും അണിനിരന്നെങ്കിലും അവിടെ ഒരു യുദ്ധം നടന്നില്ല. കാരണം അതിന്റെ തൊട്ടടുത്ത പ്രദേശത്തുകാരനായ മജ്ദിയുബ്നു അംറുൽ ജുഹനി എന്ന് പറയുന്ന വലിയൊരു ഗോത്രത്തലവനുണ്ട്. അദ്ദേഹത്തെ നേരിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ കരാറൊപ്പിടിച്ച ആളാണ്. അദ്ദേഹം ഒരിക്കലും മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധത്തിന് വരില്ലെന്നും മുസ്ലിം ശത്രുക്കൾക്ക് സഹായിക്കുകയില്ലെന്നും ശത്രുക്കളുടെ കൂടെ നബി തങ്ങളോട് പൊരുതാൻ വരില്ലെന്നും നേരത്തെ കരാർ ചെയ്യിച്ച ആളാണ്. അങ്ങനെ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് അവർക്ക് വേണ്ട സഹായം ആവശ്യപ്പെടുമ്പോൾ മദീന അവർക്ക് ചെയ്തു കൊടുക്കാമെന്നും മദീനക്ക് വല്ല ആവശ്യവും വന്നാൽ ആവശ്യപ്പെട്ടാൽ അവർ സഹായിച്ചു കൊള്ളുമെന്നും പരസ്പര സഹകരണ കരാറിൽ ഒപ്പിട്ട ഗോത്രത്തിന്റെ തലവനാണ് മജ്ദിയുബ്നു അംർ അൽ ജുഹനി എന്ന് പറയുന്ന മഹാൻ. അദ്ദേഹം മുസ്ലിമാണോ ഇല്ല എന്നുള്ളത് ചരിത്രത്തിൽ കണ്ടിട്ടില്ല. ഏതായാലും അദ്ദേഹം മാന്യനാണ്. ഇദ്ദേഹം ഈ രണ്ട് സൈന്യത്തിനിടയിൽ തടസ്സം നിന്നു. സംഗതി
യുദ്ധമില്ലാതെ വിട്ടേച്ചു. പക്ഷേ വെറുതെ പോയതല്ല. ഒന്ന്, ഖുറൈശികൾ ഈ റൂട്ട് സുരക്ഷിതമല്ല എന്നൊരു ഭീതി അവരുടെ മനസ്സിലുണ്ടാക്കിയെടുക്കുക. അതേതായാലും നടന്നു. രണ്ടാമത്തേത്, ഇതിന്റെ തൊട്ടു പരിസര പ്രദേശങ്ങളിലുള്ള ഗോത്രവർഗങ്ങളെ കൂടി മദീനക്ക് അനുകൂലമായി കരാർ ചെയ്യിച്ച് അവരുടെ കൂടി സഹകരണം വാങ്ങി ആ ഭാഗം മദീനക്ക് സുരക്ഷിതമാക്കുക. ഈ ലക്ഷ്യം സാധിച്ചു. അത് കഴിഞ്ഞ് രണ്ടാമത്, ഇത് റമദാനിലാണ്. ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ സീഫുൽ ബഹറിലേക്ക് പോയ സരിയത്താണ് ആദ്യത്തെ സരിയത്ത്. രണ്ടാമത് ബഹുമാനപ്പെട്ട ഉബൈദത്ത് ബിൻ ഹാരിസ് റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ നേതൃത്വത്തിൽ റമദാൻ കഴിഞ്ഞ് തൊട്ടടുത്ത ശവ്വാലിൽ തൊട്ടപ്പുറത്ത് ബത്നു റാബക്കിന്റെ പരിസര പ്രദേശത്ത് ഒക്കെ നേരെ ഈ ഖുറൈശികളുടെ ഷാമിലേക്കുള്ള റൂട്ടാ. ഒക്കെ വലിയ വലിയ ഗോത്രങ്ങളുമാണ് ആ ഭാഗത്തുള്ളത്. അങ്ങനെ ബത്നു റാബക്കിലേക്ക് അയച്ചു. 60 ആളുകളുണ്ട്. ഹംസ റളിയല്ലാഹു തആലയുടെ നേതൃത്വത്തിൽ 30 ആണെങ്കിൽ ബഹുമാനപ്പെട്ട ഉബൈദത്ത് ബിൻ ഹാരിസ് റളിയല്ലാഹു തആലയുടെ നേതൃത്വത്തിൽ 60 ആളുകളെ അയച്ചു. 2 ലക്ഷമാണ് ഒരേ സമയത്ത്. കാരണം ഈ ശവ്വാലിൽ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഒരു കച്ചവട സംഘം പുറപ്പെടുന്നുണ്ട്. അതാ പിന്നീട് ബദറിന് കാരണമാവുന്ന സംഘാണത്. ഇവരെ തടയണം, 1 ലക്ഷ്യം. രണ്ടാമത്തേത്, ഈ പ്രദേശത്തുള്ള റാബക്കുകാരായ ഗോത്രവർഗങ്ങളുമായി സഹകരണ കരാർ ഉണ്ടാക്കിക്കണം. ഈ ലക്ഷ്യത്തിന് വേണ്ടി പുറപ്പെട്ടു. പക്ഷേ അബൂ സുഫിയാൻ ഇവരെത്തിയപ്പോഴേക്ക് അദ്ദേഹം ഇവിടം വിട്ട് ഷാമിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. അവര് നേരിൽ കണ്ടില്ല. അതുകൊണ്ട് ആ പോക്ക് വെറുതെ എന്നല്ല, അടിസ്ഥാന ലക്ഷ്യം അവിടെയൊക്കെ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ റാബക്കിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഗോത്രവർഗങ്ങളുമായി മദീന കരാറിലേർപ്പെടുകയും നേരത്തെ പറഞ്ഞതുപോലെ മദീനക്കെതിരിൽ യുദ്ധം ചെയ്യില്ലെന്ന് മാത്രമല്ല, മദീനക്കെതിരിൽ യുദ്ധം ചെയ്യുന്നവർക്ക് സഹായിക്കുകയോ അവരോട് കൂടെ സഹകരിക്കുകയോ ചെയ്യില്ല എന്നും, അവർക്ക് വല്ല സഹായവും വേണമെങ്കിൽ മദീനയോട് ആവശ്യപ്പെട്ടാൽ അങ്ങോട്ട് ചെയ്തു കൊടുക്കുമെന്നും, മദീനക്ക് അവരിൽ നിന്ന് വല്ല സഹകരണവും ആവശ്യമുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് ചെയ്തു കൊടുക്കാമെന്നുള്ള കരാർ. ഇവിടെ ഒന്നും യാതൊരു യുദ്ധവും നടക്കുന്നില്ല. ആ റൂട്ട് സുരക്ഷിതമാക്കി മദീനയുടെ നിലനിൽപ്പ് ശക്തിപ്പെടുത്തലാണ് ഇവിടെയും ഉദ്ദേശം. മൂന്നാമത്, ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ, അത് ശവ്വാല് കഴിഞ്ഞ് ദുൽഖഅദിലാണ്. സ്വാഭാവികമായും യുദ്ധത്തിനല്ല പോകുന്നത്. കാരണം ദുൽഖഅദ് എന്ന് പറയുന്നത് മുഹറമായ മാസങ്ങളിൽ പെട്ടത്. അക്കാലത്ത് മുഹറമായ മാസത്തിൽ യുദ്ധം ഹറാമാണ്. ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം എന്നീ മാസങ്ങൾ യുദ്ധം ഹറാമായ മാസങ്ങളാണ്. ആ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തായാലും യുദ്ധം ചെയ്യാൻ ആരെയും അയക്കൂല. അപ്പോൾ ഇവിടെ ലക്ഷ്യം അതല്ല, ആ ഭാഗത്തുള്ള ഗോത്ര തലവന്മാരെ മുസ്ലിങ്ങൾക്ക് അനുകൂലമാക്കി, അല്ലെങ്കിൽ മദീനക്ക് അനുകൂലമാക്കി എടുക്കുക. അങ്ങനെ ആ പ്രദേശം മുഴുവനും സുരക്ഷിതമാക്കി എടുക്കുക. ഹസർ എന്ന് പറയുന്ന ജുഹ്ഫയുടെ തൊട്ടടുത്തുള്ള പ്രദേശമാണ്. അത് റാബും കഴിഞ്ഞിട്ട് കുറച്ചുകൂടി അപ്പുറത്താണ്, മക്കയോട് കുറച്ചുകൂടി അടുത്ത് വരും. അത് ദുൽഖഅദ് എത്ര ആളുണ്ട്? 20 ആളുള്ളൂ. 20 ആളുകളുടെ നേതൃത്വത്തിലാണ് ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ അയക്കുന്നത്. അവിടെയും തന്നെ ശത്രുക്കളുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലോ യുദ്ധമോ സംഘടനകളോ ഒന്നും ഉണ്ടായിട്ടില്ല. ആ ഭാഗം അങ്ങനെ റാബക്ക്, ജുഹ്ഫ തൊട്ട് റാബക്ക് മുതൽ യംബ വരെയുള്ള ആ റൂട്ട്, നീണ്ട ആ ഒരു റൂട്ട് സുരക്ഷിതമാക്കി എടുത്തു 3 ചെറിയ നീക്കങ്ങളെ കൊണ്ട്. ഇതിനൊക്കെ ശരീഅത്ത് എന്നാ പറയാ. ഇതിനൊക്കെ യുദ്ധം അർത്ഥം വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സഹാബാക്കൾക്കും എപ്പോഴും യുദ്ധത്തിന് പോകലാണ് എന്ന് പറയും. ഇതൊന്നും യുദ്ധമല്ല, മറിച്ച് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷിതത്വം നിലനിർത്തലും അതോടുകൂടി വൈദേശിക ആക്രമണത്തിൽ നിന്നിട്ട് സഹകരണ കരാറിലൂടെ ഇതര രാജ്യങ്ങളെ അല്ലെങ്കിൽ ഇതര രാജ്യത്തിന്റെ തലവന്മാരുമായി കരാറിലേർപ്പെട്ട് ഒരു സമാധാന അവസ്ഥയും രാജ്യപുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള സാഹചര്യം വളർത്തിയെടുക്കലുമായിരുന്നു ഇതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലക്ഷ്യം വെച്ചിരുന്നത്. അത് ഒരു യാത്രയിലും പരാജയപ്പെട്ടിട്ടില്ല. എല്ലാ യാത്രയും ഈ ലക്ഷ്യം പൂർത്തിയായിട്ടുണ്ട്. ഇത് 3ഉം കഴിഞ്ഞതിന് ശേഷം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് പോകുന്നതിന് ഗസ്വത്ത് എന്നാ പറയാ. ഗസ്വത്ത് വദ്ദാൻ എന്ന പേരിൽ
അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിലെ ആദ്യത്തെ സൈനിക യാത്ര. അതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സൈനിക യാത്ര പോയിട്ടില്ല. യുദ്ധം എന്നതിന് പറഞ്ഞുകൂടാ, ഒരു യാത്ര, ഖുറൂജ് എന്നാണ് ഇതിനൊക്കെ അർത്ഥം പറഞ്ഞിട്ടുള്ളൂ. അബവാ എന്ന് ചിലർ പറയും, ചിലർ വദ്ദാൻ എന്ന് പറയും. അത് രണ്ടും ഒന്ന് തന്നെ. അതായത് രണ്ടിൻ്റെയും ഇടയിൽ ഒരു 10 കിലോമീറ്റർ അല്ലെങ്കിൽ 12 കിലോമീറ്ററിന്റെ അകലമേ ഉള്ളൂ. ഈ രണ്ട് പ്രദേശത്തും ഗോത്രവർഗങ്ങൾ താമസിക്കുന്നുണ്ട്. അബവായിൽ പണ്ട് തന്നെ നല്ല ജനവാസമുള്ള ഗോത്രപ്രദേശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പ്രിയപ്പെട്ട മാതാവ് വഫാത്തായത് അവിടെയാണല്ലോ. അവിടെ അന്ന് തന്നെ ഗോത്രവർഗങ്ങൾ താമസിക്കുന്നുണ്ട്. അതിന്റെ തൊട്ട പ്രദേശമാണ് ഈ വദ്ദാൻ. അങ്ങനെ വദ്ദാനിലേക്ക് അബവായിലേക്കും ലക്ഷ്യം വെച്ചുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫർ മാസത്തിലാണ്, ഹജ്ജും കഴിഞ്ഞ് മുഹറവും കഴിഞ്ഞ് സഫറിലാണ്. അപ്പോഴേക്ക് ആ കൊല്ലം കഴിഞ്ഞല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന കൊല്ലം കഴിഞ്ഞു. ഹിജറ 2-ാം വർഷം സഫറിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി പുറപ്പെടുന്നത്. 60 ആളുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടത്തിൽ. 60 ആളുകൾ. ഒരു യുദ്ധത്തിനാണെങ്കിൽ, വദ്ദാനിലാണെങ്കിലും അതുപോലെ അബവായിലാണെങ്കിലും 100 കണക്കിന് സൈന്യങ്ങളുള്ള വലിയ ഗോത്രങ്ങളാണ് താമസിക്കുന്നത്. അവിടേക്ക് ഒരു യുദ്ധത്തിന് പോകാൻ 60 ആളെയും കൊണ്ട് എന്തായാലും പോവില്ല. അത്ര ദാരിദ്ര്യമില്ല, ഇഷ്ടം പോലെ ആളുകളും ഒന്ന് മദീനയിലുണ്ട്. അപ്പൊ ഒരു യുദ്ധം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല, കാരണം തന്ത്രപ്രധാനമായ വഴിയാണ്. മദീനയുടെ നിലനിൽപ്പിന് തന്നെ ഏത് സമയത്തും ഭീഷണിയാകാൻ സാധ്യതയുള്ള തന്ത്രപ്രധാനമായ പ്രദേശമാണ്. അതുകൊണ്ട് രാജ്യതന്ത്രത്തിന്റെ ഭാഗമായി അബവാവും വദ്ദാനും ശാന്തമായില്ലെങ്കിൽ മദീനത്തിന്റെ സുരക്ഷ എപ്പോഴും തകരാറിലാണ്, ഭീഷണിയിലാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി. കൂട്ടത്തിൽ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹു ആണ് പതാക വഹിച്ചത്. നബി തങ്ങൾ പോയടുത്തൊക്കെ പതാക വെള്ള പതാകയാണ്. ചില റിവായത്തിൽ കാണാം ആ വെള്ള പതാകയുടെ മുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് എഴുതാറുണ്ടായിരുന്നു. ഏതായാലും വെള്ള പതാകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയ എല്ലാ യാത്രയിലും. വെള്ള എന്ന് പറയുന്നതിന് സമാധാനത്തിന്റെ ചിഹ്നമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യുദ്ധയാത്രകളൊക്കെ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധയാത്രകളായിരുന്നു എന്ന് ചുരുക്കം. ഇവിടെ പോയത് അവിടുത്തെ പ്രധാന ഗോത്രത്തലവനാവുന്ന ബനൂ ദംറത്തുകാര്, അവര് ആയിട്ട് കരാർ ചെയ്യാം. എന്താ ഉദ്ദേശം? ലാ യഗ്സൂനഹു വലാ യഗ്സിറൂന അലൈഹി ജമ്മൻ വലാ യുഈനൂന അലൈഹി അദുവ്വാ. വേറെ പ്രശ്നമൊന്നുമില്ല. നബി തങ്ങൾക്കെതിരിൽ, മദീനക്കെതിരിൽ യുദ്ധം ചെയ്യരുത്, യുദ്ധം ചെയ്യാന്നവരെ സഹായിക്കരുത്. എന്നിട്ടോ അവർക്കൊരു ഘട്ടത്തിൽ സഹായം ആവശ്യമുണ്ടായാൽ മദീനയോട് ആവശ്യപ്പെട്ടാൽ സഹായിച്ചു കൊടുക്കും. മദീനക്ക് ഇവരെ കൊണ്ട് വല്ല ആവശ്യവും ഉണ്ടെങ്കിൽ അപേക്ഷിച്ചാൽ അവർ ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കും. ഇങ്ങനെ പരസ്പര കരാർ ചെയ്ത് പിന്നീട് ഓസ്വത്ത് ബുവാത്ത് എന്നുള്ള ബുവാത്തിലേക്ക് പോയി. അത് റബീഉൽ അവ്വൽ. ബുവാത്ത് എന്ന് പറയുന്നത് റളുവ എന്ന് പറയുന്ന പ്രദേശത്താണ്. അത് മദീനയുടെ പരിസരത്തുള്ള ഒരു പ്രദേശമാണ്. അവിടെയും തന്നെ പോയത് കുറച്ചുകൂടി അപകട സാധ്യതയുള്ള പ്രദേശമായതുകൊണ്ടായിരിക്കാം 200 സഹാബാക്കളെ കൂട്ടിയിട്ടാണെന്ന് നബി സല്ലല്ലാഹു. ഇവിടെയൊക്കെ പ്രത്യേകം മനസ്സിലാക്കണം, ഇതിലൊന്നും അൻസാരില്ല. നബി തങ്ങൾ പോയതിലുമില്ല, സഹാബാത്തിന് അയച്ചതിലുമില്ല. ഇതിലൊന്നിലും അൻസാരികളായ സഹാബത്തിനെ ആരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചിട്ടില്ല. ഇവിടെയൊക്കെ മുഹാജിരിയാണ് അയച്ചിട്ടുള്ളത്. ഇതിന്റെ പിന്നിലൊരു രക്ഷയുണ്ട്. ചിലരെ തെറ്റിദ്ധരിക്കലുണ്ട്. എന്താണ്? ഈ മുഹാജിറുകളുടെ ജനിച്ചു വളർന്ന വീടും അവരുടെ സ്വത്തും സമ്പത്ത് മുഴുവനും ഖുറൈശികൾ കയ്യേറി പിടിച്ചടക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച വീട് തൊട്ടിട്ട് മൊത്തം അവര് കയ്യേറി കിട്ടുന്ന വിലക്ക് വിറ്റ് നശിപ്പിച്ച് അത് മക്കയുടെ രാജ്യരക്ഷ ഫണ്ടിലേക്ക് ഉപയോഗിച്ചിരിക്കുകയാണ്. ഇപ്പോ ഞങ്ങളെ മുതൽ അവര് പിടിച്ചു വെച്ചിട്ടുണ്ട്, അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി അവരടുത്ത് പോവുകയാണ് എന്ന് പറഞ്ഞാൽ കേൾക്കണവർക്കൊരു ന്യായമുണ്ട്. ലക്ഷ്യം വേറെയാണെങ്കിലും പറയാനൊരു ന്യായമാണല്ലോ. അത് ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസ് കാണാം. തബൂക്ക് യുദ്ധത്തെ ചരിത്രം പറയുന്നിടത്ത്
തബൂക്കല്ലാത്ത നബി തങ്ങൾ ചെയ്ത എല്ലാ യുദ്ധത്തിലും ലക്ഷ്യമൊന്ന് വേറെ ആയിരിക്കും, വേറൊന്നായിരിക്കും. എന്തിനാ? യുദ്ധതന്ത്രമാണ്, അത് രാജ്യതന്ത്രം, രഹസ്യം പുറത്തു പോകരുത് എന്നവർക്ക്. അപ്പൊ പോകുമ്പോ എന്തിനാ പറയാ മുഹാജിറുകൾ ഒറ്റയ്ക്ക് അയക്കണത്? അയക്കുമ്പോ എന്താ വെച്ചാൽ ഓരൊറ്റക്ക് പോകാൻ, കാരണം അൻസാരിയൊക്കെ ഒന്നും ഇല്ലല്ലോ. അൻസാരികളും മക്കാരുമായിട്ട് ഒരു പ്രശ്നവുമില്ല, അവരൊന്നും ആക്രമിച്ചിട്ടുമില്ല, അവരൊന്നും കൊള്ള ചെയ്തിട്ടുമില്ല. മുഹാജിരിക്കാണ് പ്രശ്നം. കാരണം മുഹാജിരികളുടെ സ്വത്ത് മുഴുവനും ഇവർ കയ്യേറി നശിപ്പിച്ച്, ഇവർക്ക് ഒന്നുമില്ല, സ്വന്തം തടിയുമായിട്ട് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടതാണ്. അപ്പൊ നമ്മളെ മുതല് അവരെ കയ്യിലാണ്. എന്നിട്ട് അതുകൊണ്ടാണ് ഇവർ ഈ കച്ചവടം ചെയ്ത് പണമുണ്ടാക്കി ഞമ്മക്കെതിരെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഞമ്മക്കത് പിടിച്ചെടുക്കണം. അപ്പൊ കേട്ടുകളൊക്കെ ന്യായമാണ്, ഓരോ മുതലല്ലേ മറ്റൊരു കയ്യേറി അത് തിരിച്ചു പിടിക്കണതിന് എന്താ തെറ്റ്? പക്ഷെ ലക്ഷ്യം ഇവിടെ സ്വത്ത് തിരിച്ചു പിടിക്കലോ മറ്റോരെ കൊള്ള ചെയ്യലോ അല്ല. രണ്ട് ലക്ഷ്യം: ഒന്ന്, ശത്രുവിനെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് അവരെ മര്യാദ പഠിപ്പിക്കുക; ഒന്ന്. രണ്ടാമത്തേത്, പരിസര പ്രദേശങ്ങൾ ശത്രുക്കളിൽ നിന്നിട്ട് സുരക്ഷിതമാക്കി മദീനയുടെ നിലനിൽപ്പ് സുരക്ഷിതമാക്കുക. ഈ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഗസ്വത്ത് നടക്കുന്നതും അതുപോലെ തന്നെ ശരീഅത്ത് നടക്കുന്നു. ആറാമതായി നടന്നത് ഗസ്വത്തുൽ ഉശൈറ. ബനൂ മുദ്ലിജ് ഗോത്രക്കാരുടെ പ്രദേശമാണ് ഉശൈറ എന്ന് പറയുന്നത്. ഏകദേശം 80 പരിസര പ്രദേശത്ത് തന്നെയാണ് ബനൂ മുദ്ലിജ്. ഒക്കെ ആ റൂട്ടിലാണ് ആദ്യകാലത്തെ പോക്ക് മുഴുവനും. 150 സഹാബത്തുണ്ട്, അല്ലെങ്കിൽ ഒരഭിപ്രായത്തിൽ 200, 150 അല്ലെങ്കിൽ 200 ആളുകൾ വരുന്ന സൈന്യത്തെ നയിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെട്ടു. പോയിട്ട് ബനൂ മുദ്ലിജ് ഗോത്രക്കാര് കിനാനയുടെ ഏറ്റവും വലിയ ഉപവിഭാഗം. കിനാനത്ത് ഗോത്രം എന്ന് പറയുന്ന ഖുറൈശികൾ കഴിഞ്ഞാൽ വലിയ ഗോത്രമാണ്. അതിൽപ്പെട്ട ഒരു ഉപവകുപ്പാണ് ഈ ബനൂ മുദ്ലിജുകാര്. അവരുമായി നേരത്തെ പറഞ്ഞതുപോലെ ശത്രുക്കൾക്കെതിരിൽ സഹായിക്കില്ലെന്നും നബി തങ്ങളോട് അവർ യുദ്ധം ചെയ്യില്ലെന്നും യുദ്ധം ചെയ്യുന്നവർക്ക് സഹായിക്കില്ലെന്നും ആവശ്യമാവുമ്പോൾ പരസ്പര സഹായം ചെയ്യേണ്ടതാണ് എന്നുള്ള കരാറ് ബനൂ മുദ്ലിജുകാരുമായും നടന്നു. അത് കഴിഞ്ഞതിന് ശേഷം ബദറുൽ ഊല എന്ന് പറയുന്നു. ഉശൈറ കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന എത്തിയേ ഉള്ളൂ. അതിനിടക്ക് മദീനക്കാരുടെ ഒട്ടകങ്ങളെ മേക്കുന്ന പുറം പ്രദേശമുണ്ട്, പട്ടണത്തിന്റെ പുറത്ത്. ഖുർസ് ബിൻ അംറുൽ ഫിഹിരി എന്ന് പറയുന്ന ഒരു വലിയ ഗോത്രത്തലവൻ ആ ഭാഗത്തേക്ക് അതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൈനിക നീക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇത് മക്കയിൽ പുറപ്പെട്ടാൽ ഷാമിലേക്ക് പോകുന്ന റൂട്ടിലുള്ളതാണ് ഇതുവരെ ചെയ്തത്. ഇത് അതിന് കുറച്ച് തെറ്റി ബദർ കഴിഞ്ഞിട്ട് കുറച്ച് റൂട്ട് മാറി പോകുന്ന ഒരു പ്രദേശത്താണ് ഖുർസ് ഉള്ളത്. ഇയാള് സാധാരണ ഗോത്ര സംസ്കാരം വെച്ചിട്ട് മദീനയിലെ 100 കണക്കിന് ഒട്ടകങ്ങൾ മേഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വന്ന് മേക്കാരനെ കൊന്ന് ഒട്ടകങ്ങളെ തൊളിച്ച് രക്ഷപ്പെട്ടു. ഈ വിവരം കിട്ടിയപ്പോ ഉശൈറത്തിൽ നിന്ന് തിരിച്ചു വന്ന് 10 ദിവസമേ ആയിട്ടുള്ളപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെട്ടു, ഇവരെ തേടി പുറപ്പെട്ടു. ആ പുറപ്പെട്ട പോക്ക് ബദറിന്റെ തൊട്ട് സമീപത്തുള്ള സ്ഥലം വരെ എത്തി. അതുകൊണ്ട് ഈ യാത്രക്ക് പറയാം ബദറുൽ ഊല. ബദർ 3 എണ്ണം ഉണ്ട്. ബദറുൽ ഊല എന്ന് പറയുന്നത് ഉശൈറത്ത് യുദ്ധം നടന്നതിന്റെ തൊട്ട് ഇതല്ല, ഉശൈറത്ത് യാത്ര നടന്നതിന്റെ തൊട്ട് പുറകെ കൊള്ളയടിച്ചു പോയ ഖുർസ് ബിൻ ഫിഹ്റിനെ തേടി പുറപ്പെട്ടതാ. പക്ഷെ ബദറിലെത്തി നോക്കുമ്പോക്ക് അയാള് രക്ഷപ്പെടുകയും അവരുടെ സുരക്ഷിതമായ പ്രദേശത്തെത്തുകയും ചെയ്തു. അത് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു വന്നു. ഈ യാത്രകളിലൊന്നും എവിടെയും യുദ്ധം നടന്നിട്ടില്ല. അതിനുശേഷം പിന്നെ ആദ്യമായി ഒരു സംഘടന നടക്കുന്നത് 8ാമത്തെ ശരീഅത്തിലാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു. അതുകൊണ്ട് തന്നെ അമീറുൽ മുഅ്മിനീൻ എന്ന പേരിൽ ആദ്യമായി അറിയപ്പെട്ടത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു തആല. അത് വലിയ സൈന്യമൊന്നുമല്ല. ഇതിപ്പോ സാധാരണ മുഖ്യമായ കച്ചവട ലക്ഷ്യം നടക്കുന്നത് ഷാമിലാണെങ്കിലും അതിന്റെ തൊട്ടടുത്ത് യമനിലേക്കുള്ള യാത്രയുണ്ടല്ലോ, ആ ഭാഗത്തെയും ഒന്ന് ഇളക്കി വെക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്.
അങ്ങനെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹും 8 ആളുകൾ, അദ്ദേഹം അല്ലാത്ത 7 ആളും ബാക്കി 8 ആൾ ഒരു സ്വകാര്യമായ ഒരു കത്തെഴുതി അത് കവറിലിട്ട് ഒട്ടിച്ചിട്ട് അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു കൊടുത്തിട്ട് പറഞ്ഞു, ഈ കത്ത് 2 ദിവസം യാത്ര ചെയ്യുന്നത് വരെ വായിക്കരുത്. 2 ദിവസം യാത്ര കഴിഞ്ഞിട്ട് കത്ത് പൊളിക്കുക, വായിച്ചിട്ട് കത്തിലുള്ള നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുക. അങ്ങനെ ഈ 8 ആളുകളും പുറപ്പെട്ടു. 2 ദിവസം കഴിഞ്ഞ് പുറത്ത് ഈ പറഞ്ഞ സമയത്ത് ഈ കത്ത് പൊളിച്ച് വായിക്കുമ്പോ ബത്നു നഖ്ലയിലേക്ക് പോകാനാണ് കൽപ്പന. ബത്നു നഖ്ല എന്ന് പറഞ്ഞാൽ മക്കയും കഴിഞ്ഞ് ത്വായിഫിലേക്ക് പോകുന്ന ആ റൂട്ട് കൂടെ യമനിലേക്കും പോവാം. ബത്നു നഖ്ലയിൽ ഇവരുടെ നീക്കം മണത്തറിഞ്ഞ് റിപ്പോർട്ട് ചെയ്യണം എന്ന് മാത്രം നിർദ്ദേശം, വേറൊന്നും പറഞ്ഞിട്ടില്ല. ഖുറൈശികളുടെ നീക്കം മനസ്സിലാക്കി കൃത്യമായ ന്യൂസ് മദീനയിൽ റിപ്പോർട്ട് ചെയ്യണം എന്ന കൽപ്പനയാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ് റളിയല്ലാഹു അൻഹുവിനോട്. കൂട്ടത്തിൽ എന്തു പറഞ്ഞു, നിന്റെ കൂടെ വന്ന ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിന്റെ കൂടെ വരാം, ഇഷ്ടമില്ലെങ്കിൽ അവർക്ക് തിരിച്ചു പോരാം, നിർബന്ധിക്കാൻ പാടില്ല. മുമ്പ് കത്ത് വായിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അതുകൊണ്ട് നിങ്ങൾക്ക് സൗകര്യത്തിനാവാം എന്ന്. അവരെന്തു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ നമ്മളൊരു സ്ഥലത്തേക്ക് അയച്ചിട്ട് നമ്മളെ സൗകര്യം അതിൽ നോക്കലില്ല, ലക്ഷ്യത്തിന് നമ്മൾ പുറപ്പെടാം. അങ്ങനെ 8 ആളും പുറപ്പെട്ടു. വഴിമധ്യേ വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങിയോടത്തുനിന്ന് 2 ആള് ഒരൊട്ടകപ്പുറത്തായിട്ടാണ് യാത്ര ചെയ്യുന്നത്. വിശ്രമം കഴിഞ്ഞ് എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒട്ടകത്തിനെ കാണാനില്ല. ഒട്ടകത്തിന് കാണാതെ ഇത്രയും ദൂരമുള്ള മദീനത്ത് നിന്ന് ബത്നു നഖ്ലയിലേക്ക് എത്തണമെങ്കിൽ എത്ര കിലോമീറ്റർ സഞ്ചരിക്കണം. അങ്ങനെ ഇവര് ഒട്ടകത്തെ തെരയാന്നാണ് വിട്ടു 2 ആള്. ബാക്കി 6 ആളുകൾ നേരെ ബത്നു നഖ്ലയിൽ ചെന്നു. ബത്നു നഖ്ലയിൽ എത്തിയപ്പോ അന്ന് റജബ് മാസം 30-ാം രാവാകുന്നു, 29-ന്റെ പകല. അങ്ങനെ ഇവർ അവിടെ നിരീക്ഷിച്ചിരിക്കുന്ന സമയത്ത് കാണാം ഒരു 5 or 6 അംഗങ്ങൾ മാത്രമുള്ള ഒരു സംഘം ഖുറൈശികളുടേത് ത്വായിഫിൽ നിന്ന് വരുന്നു. ധാരാളം ഉണക്കമുന്തിരിയുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് തുകൽ ഉൽപ്പന്നങ്ങളുണ്ട്. ചെരുപ്പ്, ബാഗ്, തൊപ്പി തുടങ്ങിയിട്ട് മൃഗങ്ങളുടെ തുകൽ സംസ്കരിച്ചുണ്ടാക്കുന്ന വലിയ വിലപിടിപ്പുള്ള ഷാമിലായാലും അതുപോലെ തന്നെ അഭിഷയിലായാലും ഒക്കെ വലിയ വിലപിടിപ്പുള്ള സാധനം. അറബികളുടെ ഏറ്റവും ആകർഷകമായ വസ്തുവാണ് തുകൽ ഉൽപ്പന്നങ്ങൾ. ഇതുമായിട്ട് വരുന്നു. അപ്പൊ ഈ സഹാബത്ത് ചർച്ച ചെയ്തു. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല, ന്യൂസ് എടുത്ത് വരാനാ പറഞ്ഞു. ഇവരിങ്ങനെ ചർച്ച ചെയ്തിടാ, ഇവര് ഇപ്പൊ നമ്മളെ തൊട്ടടുത്താണുള്ളത്, ധാരാളം സമ്പത്തുണ്ട്, നമ്മളെ ഇഷ്ടം പോലെ മുതൽ അവര് കൊള്ള ചെയ്ത് പോയതല്ലേ. ഇപ്പൊ എന്താ നമ്മൾ അവരോടാണ് യുദ്ധം ചെയ്താല്? ഇപ്പൊ അവരോടാണ് യുദ്ധം ചെയ്താല് നാളേക്ക് നിന്നാല് ഒരു ഹർമ്മ പ്രവേശിക്കും. അപ്പൊ ചിലവര് പറഞ്ഞു ഇന്നായാലോ, ഇന്ന് രാത്രി ആയാലും ഇത് 30 ചിലപ്പോ മാസം പറഞ്ഞിണെങ്കിലോ. മാസം പറഞ്ഞിണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഷാബാനല്ലേ, റജബ് കഴിഞ്ഞല്ലോ. അല്ലട മാസം പറഞ്ഞിട്ടില്ലെങ്കിലോ, മാസം 30 ഉണ്ടെങ്കിലോ, റജബിന്റെ അവസാന ദിവസമല്ലേ, അപ്പം ഹറാമായ മാസം യുദ്ധം ചെയ്ത് തരൂലേ. എടാ 30-ാം ആയില്ലേ, മാസം കണ്ടിട്ടുണ്ടാവും എന്ന ധാരണയിൽ ഈ 6 അംഗ സംഘത്തോട് സഹാബാക്കളുടെ 6 അംഗ സംഘം ഏറ്റുമുട്ടി. അതിൽ അംർ ഇബ്നുൽ ഹളറമി എന്ന് പറയുന്ന മക്കാ മുശ്രിക്കുകളിൽപ്പെട്ട ഒരാൾ കൊല്ലപ്പെട്ടു. ഉസ്മാൻ എന്നും ഹക്കം എന്നും പേരുള്ള 2 ആളുകളെ തടവുകാരായി പിടിച്ചു. ബാക്കിയുള്ളവരോട് രക്ഷപ്പെട്ടു. ഈ ഉണക്കമുന്തിരിയും ഈ തുകൽ ഉൽപ്പന്നങ്ങളും അവർ ഗനീമത്തായിട്ടെടുത്തു. പണ്ടങ്ങനെ ഒരു ആയത്തൊന്നും ഇറങ്ങിയിട്ടില്ല, ഗനീമത്ത് എടുക്കാന്നോ എടുക്കൂടാന്നോ ഒന്നിട്ടില്ല. അങ്ങനെ അവർ ചെയ്തു. ഇതുമായി അവർ മദീനയിലേക്ക് എത്തി. അപ്പോഴേക്ക് മക്കയും പരിസരവും ആകെ ബഹളമായാണ്. ഓ, അള്ളാഹുവിന്റെ ഹുർമത്ത് പാലിക്കാൻ വരുന്നവരാണ് എന്ന് പറഞ്ഞ് മുഹമ്മദും കൂട്ടരും മുഹറമായ റജബ് മാസത്തിൽ യുദ്ധം ചെയ്തില്ലേ,
റജബ് മാസത്തിൽ യുദ്ധം ചെയ്തില്ലേ? ഹറാമായ മാസത്തിൽ യുദ്ധം ചെയ്യുന്നത് അക്രമല്ലേ? ഈ പ്രചരണം അറബി ലോകത്ത് മൊത്തം അങ്ങോട്ട് പ്രചരിച്ചു. അത് മദീനയിലും എത്തി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് വലിയ പ്രശ്നമായി. കാരണം എന്താണ്? ഇവർ അബദ്ധവശാൽ സംഭവിച്ചതാണെങ്കിൽ പോലും ഒരു ദുഷ്പേരിനത് കാരണമായല്ലോ. മുഹറമായ മാസത്തിൽ യുദ്ധം ചെയ്തു എന്ന് പറയുന്നത് ഒരു ദുഷ്പേരല്ലേ? ഇവരോട് നബി തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ കൽപ്പിച്ചിട്ടില്ല. നിങ്ങൾ അവിടെ പോയി അവരുടെ നീക്കം മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് ഇപ്പോ എന്ത് വന്നു പേര്? മുഹറമായ മാസത്തിൽ യുദ്ധം ചെയ്തു എന്ന ചീത്തപ്പേര് വന്നില്ലേ? അതുകൊണ്ട് ഈ ബന്ധനസ്ഥരെയോ നിങ്ങൾ കൊണ്ടുവന്ന ഈ ധനമോ ഞാൻ ഏറ്റെടുക്കാൻ സന്നദ്ധനല്ല. ഈ സഹാബത്ത് അങ്ങോട്ട് വല്ലാതെ സങ്കടപ്പെട്ട് വിഷമിച്ചു. അവര് മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല. അവര് 30-ന്റെ രാത്രിയായില്ലേ? അപ്പോ 29-ന് മാസം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ 30-ാം രാഗല്ല 1-ാം രാഗാവും. അപ്പൊ മുഹറമായ മാസം കഴിഞ്ഞല്ലോ എന്ന നിലയ്ക്ക് പിന്നെ നമ്മളെ ഈ സമ്പത്ത് മുഴുവനും കൊള്ളയടിച്ച ഇവരുടെ കുറച്ചെങ്കിലും കച്ചവട ചരക്ക് നമുക്ക് കിട്ടിയാൽ അത്രയൊരു ആശ്വാസമല്ലോ എന്ന് ഇത് ചെയ്തതാണ്. അങ്ങനെ അഭിപ്രായം നബിയെ തങ്ങളോട് ഹറാമായ മാസങ്ങളിൽ യുദ്ധം ചെയ്യുന്നതിന്റെ വിധിയെ കുറിച്ച് തങ്ങളോട് അവർ അന്വേഷിക്കുന്നു. ശരിയല്ല, അത് അബദ്ധമാണ്. മുഹറമായ മാസത്തിൽ യുദ്ധം ചെയ്തുകൂടാ എന്നതാണ് സത്യം. പക്ഷേ കൈ മുട്ടിന്റെ കീപ്പട്ടില്ലാത്തവൻ ചെറുവരലില്ലാത്തവനെ കുറ്റം പറയാൻ പറ്റൂല. ഒരുത്തിന് ചെറുവരലില്ലാത്തുള്ളൂ, ബാക്കി 4 വിരലും കയ്യൊക്കെ ഉണ്ട്. മറ്റവന് കയ്യിന്റെ മുട്ടിന്റെ കീപ്പട്ടേ ഇല്ല. എന്നിട്ട് പറയാ ഓന് 4 വിരലേ ഉള്ളൂ, ഓന് എന്തിനു പറ്റൂ? ഇവന് വിരലല്ല, ഇവിടെ കയ്യന്നെ മുട്ടിന്റെ കീപ്പട്ടില്ല എന്നേക്കാ. അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു ഖിതാലുൻ ഫീഹി കബീർ. പക്ഷേ വഇഖ്റാജു അഹ്ലിഹി മിൻഹു വകുഫ്റുൻ ബിഹി അക്ബറു മിനൽ ഖത്ൽ വൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ. കൊന്നത് ശരിയായില്ല. മുഹറമായ മാസത്തിൽ തെറ്റത് അബദ്ധമാണ്. പക്ഷേ ഇത് അബദ്ധമാണെന്ന് പറയേണ്ടത് ആരാണ്? അള്ളാഹുവിനെ കൊണ്ട് ശിർക്ക് വെച്ച കാഫറുകള്. പരിശുദ്ധമായ ഹറമിന്റെ അഹ്ലുകാരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മുഹാജിറുകളായ ഖുറൈശികളെയും അക്രമമായിട്ട് നാട് കടത്തിയവര്, അള്ളാഹുവിന്റെ മാർഗത്തിൽ മോമിനായി ജീവിക്കുന്നവർക്കെതിരെ യുദ്ധം ചെയ്യുന്നവര്, ഓൽക്ക് ഇത് പറയാൻ എന്താ അവകാശമുള്ളത്? വൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ. കൊലപാതകം തെറ്റാണ്, എന്നാൽ ശിർക്കാണ് അതിനേക്കാളും ഗുരുതരമായ തെറ്റ്. അതുകൊണ്ട് അവർക്കത് പറയാൻ ഇപ്പൊ സഹാബത്തിന് ആശ്വാസമായി, നബിതങ്ങൾക്കും ആശ്വാസമായി. ചെയ്തത് തെറ്റല്ല, അല്ലാഹു തആല അംഗീകരിച്ചിരിക്കുന്നു. പക്ഷെ അപ്പോഴും അവർക്ക് സംശയം. സഹാബത്ത് സംശയം ചോദിച്ചു, നബിയെ അല്ലാഹു തആല അത് നമുക്ക് മാപ്പാക്കി തന്നു, തെറ്റില്ല. പക്ഷെ ഇപ്പൊ അതൊരു പുണ്യകർമ്മമാണ്, പ്രതിഫലം കിട്ടും എന്ന് പറയാൻ കഴിയോ? ഉടനെ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി. ഉലൈക യർജൂന റഹ്മത്തുള്ളാഹി എന്ന് അവസാനിക്കുന്ന ആയത്ത് കൊണ്ട് അള്ളാഹുൽ വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോവുകയും ചെയ്യുന്ന ആളുകൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നു, അവര് ഉലൈക യർജൂന റഹ്മത്തുള്ളാഹ്, അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുവിന്റെ മഹത്തായ പ്രതിഫലം പ്രതീക്ഷിക്കാൻ എല്ലാ നിലക്കും അർഹതയുണ്ട്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്ത് നിന്ന്, അഥവാ സഹാബത്തിന്റെ ഭാഗത്ത് നിന്ന് ആദ്യം നടന്ന ഒരു യുദ്ധവും ഗനീമത്തും തടവുകാരെ പിടിച്ചതും. 2 ആളെ തടവുകാരായി പിടിച്ചു, ഒരാളെ കൊല്ലപ്പെട്ടു, സ്വത്ത് പിടിച്ചെടുത്തു. ഇതിങ്ങനെ പുകഞ്ഞു. പ്രശ്നം മുഹറമിലാണെന്നുള്ള ഉറപ്പില്ലാത്തതുകൊണ്ട് ആ പ്രശ്നം പരിഹാരമായി. ബാക്കി പ്രശ്നം ഇങ്ങനെ നിലക്കുക. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമങ്ങൾ അടിക്കടി പുതിയ നിയമങ്ങൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുക. മക്കയിലെ അവസ്ഥയല്ല. മക്കയിൽ തൗഹീദ് ഉറപ്പിക്കാനും ശിർക്കിനെ അകറ്റാനും വേണ്ടി ഈമാനുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരുന്നത്. ഇപ്പൊ അതൊക്കെ ശരിയായി തൗഹീദ് എന്താണ്, ശിർക്ക് എന്താണ്, ഈമാൻ എന്താണ്, കുഫർ എന്താണെന്നൊക്കെ കൃത്യമായി ഖുർആനും സുന്നത്തും വ്യക്തമാക്കി കഴിഞ്ഞപ്പോൾ ഇനി നിയമവശങ്ങളിലേക്ക് കടന്നു വരികയാണ് ഇസ്ലാം ചെയ്യുന്നത്. അങ്ങനെ ഈ ശഅബാൻ 15-ന്റെ അന്ന് ബറാഅത്ത് രാവുമായിട്ടാണ് പരിശുദ്ധമായ കഅബ ശരീഫിലേക്ക് ഖിബ്ല തിരിച്ചുകൊണ്ടുള്ള ഓർഡർ
അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുന്നത്. ആദ്യം നമുക്കറിയാം, മക്കയിൽ നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജറുൽ അസ്വദിന്റെയും റുക്നി യമാനിന്റെയും ഇടയിൽ തെക്ക് വശത്തിരുന്ന് വടക്കോട്ട് തിരിയും. അങ്ങനെയാണ് നിസ്കാരം. അങ്ങനെ വരുമ്പോൾ എന്താവും? ഖിബിലക്ക് കഅബക്ക് മുന്നിട, ബൈത്തുൽ മുഖദ്ദസിനും മുന്നിട. കാരണം അവിടുന്ന് നേരെ വടക്കാണല്ലോ. പക്ഷേ മദീനയിലെത്തിയപ്പോൾ അതിന് ആവർത്തിയില്ല. ബൈത്തുൽ മുഖദ്ദസിന് പിന്നിട്ടാൽ ഖിബില കഅബക്ക് പിന്നിലാണ്ടാകുക, കഅബക്ക് പിന്നിട്ടാൽ ബൈത്തുൽ മുഖദ്ദസിന്റെ പിന്നിലാണ്ടാകുക. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞു? ബൈത്തുൽ മുഖദ്ദസിലേക്ക് മുന്നിട്ട് നിസ്കരിച്ചു കൊള്ളാൻ കൽപ്പിച്ചു. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തന്നെ. ഇതെന്തിനു വേണ്ടിയാണ്? സാധാരണ നമ്മളെപ്പോഴും കേൾക്കലുണ്ട്, എന്തിനാ അയല് കിതാബുകളാവുന്ന യഹൂദികൾ ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് തിരിഞ്ഞ് നിസ്കരിക്കുന്നത്. മദീനയിലെ വലിയൊരു ശക്തിയാണല്ലോ അവര്. അപ്പൊ അവര് തിരിയുന്ന ഖിബല ആവുന്ന ബൈത്തുൽ മുഖദ്ദസിലേക്ക് തന്നെ തിരിഞ്ഞ് നിസ്കരിക്കുന്ന മുസ്ലിമീങ്ങളാവുമ്പോ ആദർശപരമായ ഒരു അടുപ്പിന്റെ പേരിൽ ഒരു സൗഹൃദം പ്രതീക്ഷിക്കാമെന്ന്. അതൊന്നും അല്ല അതിന്റെ ലക്ഷ്യം. അതുണ്ടായിരിക്കാം, ലക്ഷ്യം അതല്ല. തൗറാത്ത്, ഇഞ്ചീൽ തുടങ്ങിയ എല്ലാ കിതാബുകളിലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത് സാഹിബുൽ ഖിബ്ലത്തൈൻ എന്നാണ്. ഇത് ശരിയാണ്ടേ? തൗറാത്തിലും ഇഞ്ചീലിലും ഒക്കെ സാഹിബുൽ ഖിബ്ലത്തൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ തുടങ്ങിയിട്ട് റൂഹുല്ലാഹി ഈസാ അലൈഹി സ്വലാം വരെയുള്ള ആയിരക്കണക്കിന് അമ്പിയാക്കൾ തിരിഞ്ഞു നിസ്കരിച്ച ഖിബിലയാണ് ബൈത്തുൽ മുഖദ്ദസ്. ആ മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സമുദായത്തിനും കിട്ടണം. 25 അമ്പിയാക്കന്മാരെ ഖുർആൻ പറഞ്ഞോടത്ത് 17 ആളുകളെ ഒന്നിച്ച് പറഞ്ഞല്ലോ. 17 ആളുകളെ ഒന്നിച്ച് പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല കൽപ്പിക്കുന്ന ഒരു കൽപ്പനയുണ്ട്. ഉലൈക അല്ലദീന ഹദാഹുമുല്ലാഹു വബിഹുദാഹു മുഖ്തദി. ഇവരൊക്കെ അല്ലാഹു തആല ഹിദായത്തിൽ വഴി നടത്തിയ ഇമാമുകളാണ്. അവരുടെ എല്ലാ ഹിദായത്തും ഒരുമിച്ച് കൂട്ടണം നിങ്ങൾ. കാരണം അവരെ നേതാവാണല്ലോ. ഒരു നബിയും ചെയ്ത ഒരു ഖൈറും തിരുനബി തങ്ങൾക്ക് ഇല്ലാതെ പോകരുത്. അപ്പൊ അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിച്ച ഒരുപാട് മഹാന്മാരുണ്ട്, അമ്പിയാക്കളുണ്ട്, അവരുടെ ഉമ്മത്തുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ലഭിക്കട്ടെ. അങ്ങനെ 17.5 മാസക്കാലം വരെ ഖിബ്ല കഅബ ഷരീഫിന്റെ ആക്കുന്നതിന്റെ മുമ്പ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു. ഇതില്ലെങ്കിൽ യഹൂദിയും നസ്രാനിയും നബി തങ്ങൾ ഹക്കായ റസൂലല്ല എന്ന് പരസ്യമായി പറയും. കാരണം എന്താ? ഓലെ കിതാബ് പറഞ്ഞാണ് 2 ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കും. പണ്ടേ കഅബ ഷരീഫ് എപ്പോഴും കഅബ ഷരീഫ് ഞങ്ങളെ കിതാബ് പറഞ്ഞ നബി അല്ല എന്നോര് പറയില്ലേ? അപ്പൊ ഓർക്കറിയാം 2 ഖിബ്ല ഉണ്ടാവും. അത് ബോധ്യപ്പെടുത്തണം. കൂട്ടത്തിൽ ഒരു അനുഭവം ഉണ്ടാവും, ചെയ്തോട്ടെ, എനിക്ക് കേടില്ല. അതിനുശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ആഗ്രഹിച്ചത് ഇബ്രാഹിമി മില്ലത്താണല്ലോ ഇസ്ലാം. ഇബ്രാഹിമി മില്ലത്തിൽ ഇബ്രാഹിം ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാം തങ്ങൾ തിരിഞ്ഞു നിസ്കരിച്ചത് കഅബ ഷരീഫിലേക്കാണ്. ഇബ്രാഹിമി മില്ലത്ത് കൈവശം വെക്കുന്ന നബി തങ്ങൾ ആ ഇബ്രാഹിമി ആയിരിക്കുന്ന ഖിബില തന്നെയാണല്ലോ ഖിബിലയാക്കേണ്ടത്. പക്ഷേ അള്ളാഹു കൽപ്പിക്കാതൊരു നിവൃത്തിയില്ലല്ലോ. താല്പര്യപൂർവ്വം ദുആ ചെയ്തുകൊണ്ട് അല്ലാഹു തആല ഉത്തരം കിട്ടാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ജിബ്രീൽ വരുന്നുണ്ടോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. അതിൻ്റെ ഇടക്കാണ് അല്ലാഹു തആല ഈ ഓർഡർ എടുക്കുന്നത്. അന്ന് ബിശ്ർ ബിൻ ബറാഅ് ബിൻ മഅറൂർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ ബിശ്ർ റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടിരുന്നു. അപ്പൊ അവരുടെ ഉമ്മയുണ്ട്, ബിശ്ർ ബിൻ ബറാഅിന്റെ ഉമ്മ. അവര് ബനൂ സാലിബ് ബിൻ ഔഫ് എന്ന് പറയുന്ന അൻസാരി ഗോത്രത്തിൽപ്പെട്ട ഒരു പ്രദേശത്താണ് അവർ ബനൂ സലിമക്കാരെന്നാണ്. ഈ ബനൂ സലിമക്കാര് താമസിക്കുന്ന പ്രദേശത്ത് ആണ് ഇവരുള്ളത്. അവരൊന്ന് കണ്ട് സമാശ്വസിപ്പിക്കാൻ പോയതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വരാൻ താമസിക്കുകയാണെങ്കിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നിസ്കരിക്കാൻ പറയണമെന്ന്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിട്ടാ പോയത്. അങ്ങനെ അവിടെ ചെന്ന് ഉമ്മയെ സന്ദർശിച്ച് അവരെ സമാശ്വസിപ്പിച്ച് പോരാൻ നോക്കുമ്പോക്ക് അവര് പറഞ്ഞ് എന്തായാലും പറ്റൂല, തങ്ങൾ ഇവിടെ വന്നതല്ലേ, ഉച്ചഭക്ഷണം ഇന്ന് ഇവിടെ നിന്ന് കഴിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. മാത്രല്ല അപ്പോക്ക് ആ ബനൂ സലിമക്കാരാവുന്ന കുറെ മോമിനീങ്ങളുണ്ട്, അവരൊക്കെ അവിടെ വന്നുകൂടുകയും ചെയ്തു. അപ്പൊ ബനൂ സലിമയിലുള്ള വയസ്സായ ആളുകളും വയ്യാത്തോലും ഒക്കെ നിസ്കരിക്കുന്ന ചെറിയ നിസ്കാര പള്ളിയുണ്ട് അവിടെ. ളുഹറായപ്പോ ഇവിടുന്ന് പിരിഞ്ഞിട്ടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനൂ സലിമക്കാർ നിസ്കരിക്കുന്ന ചെറിയ പള്ളി,
ആ പള്ളിയിൽ വെച്ചിട്ട് ളുഹ്ർ നിസ്കരിക്കുക. തുടങ്ങിയപ്പം ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞ് വടക്കോട്ട് തിരിഞ്ഞ് തന്നെയാണ് നിസ്കരിക്കുന്നത്. 2 റക്അത്ത് പൂർത്തിയായി 3-ാം റക്അത്തിലേക്ക് എഴുന്നേറ്റപ്പോഴാണ് അല്ലാഹു തആല ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ എന്ന് തുടങ്ങുന്ന ബൈത്തുൽ മഖ്ദിസിലെ മസ്ജിദുൽ അഖ്സയിൽ നിന്നും പരിശുദ്ധമായ ഹറം ഷരീഫിലെ കഅബ ഷരീഫിലേക്ക് മുഖം തിരിച്ച് ഖിബിലയാക്കി നിസ്കരിച്ചു കൊണ്ടാനുള്ള ഓർഡർ അല്ലാഹു തആല ഇറക്കുന്നത് നിസ്കാരത്തിനിടയിൽ. ആ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ തന്നെ നേരെ തിരിഞ്ഞു. വടക്കോട്ട് തിരിഞ്ഞ നിസ്കാരം നേരെ തെക്കോട്ട് തിരിഞ്ഞു. തെക്കോട്ട് തിരിയണം മദീനത്ത് നിന്ന്, അപ്പോഴാണ് കഅബന്റെ നേരെയാകുക. അപ്പൊ സ്വാഭാവികമായി നബി തങ്ങൾ വേക്കിലും സാഹബത്ത് മുന്നിൽ പോകുമല്ലോ. നബി തങ്ങൾ മുന്നോട്ട് കയറിയെന്ന് സാഹബത്ത്. അപ്പൊ കുറെ നടക്കണ്ടേ, അതിനില്ലേ ചെറിയ പള്ളിയാ 2 സഫ് അത്രേ ഉണ്ടാവുള്ളൂ. ഒരു ഇമാമെന്നാ 2 സഫുക്കാനുള്ള അത്രയും ചെറിയ പള്ളി. കാരണം അത് സ്ഥിരം പള്ളിയല്ലത്. ജുമാക്ക് അവിടെ ആരും കൂടലില്ല. സാധാരണ ബൈക്കുന്ന ആളുകൾ ആരും അവിടെ നിസ്കരിക്കാൻ നിൽക്കലില്ല. വയസ്സായ ആളുകളും രോഗികളും എതിരുള്ളവരും ഒക്കെ തൽക്കാലം നിസ്കരിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ കൊച്ചു നിസ്കാര പള്ളിയാണ്. അങ്ങനെ ബാക്കി 2 റക്അത്ത് കഅബ ഷരീഫിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു. ഇതാണ് ആദ്യത്തെ നിസ്കാരം. അത് ഷഅബാൻ 15 അന്ന് പകലാണ് എന്നതാണ് ഏറ്റവും പ്രബലമായ പ്രശസ്തമായ അഭിപ്രായം. റജബ് 27 പറഞ്ഞവരുണ്ട്. പക്ഷെ അതിനേക്കാളും പ്രശസ്തമായ അഭിപ്രായം ഷഅബാൻ 15 അന്ന് ളുഹ്റിനാണ് ഈ ആയത്തിറങ്ങുന്നത്. അത് കഴിഞ്ഞ് ആദ്യമായി കഅബ ഷരീഫിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് നിസ്കരിച്ച മസ്ജിദുൻ നബവിയിൽ ആദ്യത്തെ നിസ്കാരം അസറാണ്. മറ്റേ പൗതിയാണല്ലോ. അതുകൊണ്ടാണ് ഈ പള്ളിക്ക് ചരിത്രത്തിൽ മസ്ജിദുൽ ഖിബ്ലത്തൈൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്നത് വലിയ പള്ളിയാണ്. അതൊക്കെ ഫഹദ് രാജാവിന്റെ കാലത്തുണ്ടായ വികസനത്തിൽ വല്ലാതെ വലുതാക്കി സൗകര്യപ്പെടുത്തി ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരേ സമയം നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ വന്നിന്. അന്നത് ചെറിയൊരു കൊച്ചുപള്ളിയാണ്. മദീനയിലെ ആദ്യമായി പൂർണ്ണമായി നിസ്കരിച്ച അസറിനാണ്. പക്ഷേ അപ്പോഴും വാർത്താവിനിമയ സൗകര്യത്തിന്റെ പരിമിതി കാരണം അസർ കഴിഞ്ഞ് മഗ്രിബ് കഴിഞ്ഞ് ഇശാ കഴിഞ്ഞ് സുബ്ഹിയും കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സുബ്ഹി നിസ്കാരത്തിൽ പങ്കെടുത്ത ചില സഹാബത്ത് നിസ്കാരം കഴിഞ്ഞ് ഖുബയിലെത്തി. ഖുബയിലെത്തണമെങ്കിൽ വേഗം നടന്നാൽ തന്നെ 1/2 മണിക്കൂർ നടക്കണം. നിസ്കാരം കഴിഞ്ഞ് ഖുബയിലെത്തിയപ്പോ ഖുബക്കാര് 1 റക്അത്ത് നിസ്കരിച്ചിട്ടുള്ളൂ. സുബ്ഹി 1 റക്അത്ത് കഴിഞ്ഞിട്ടുള്ളൂ. 2-ാം റക്അത്തിലാണ്. റുക്കോയിൽ പോയ സമയത്താണ് ഇദ്ദേഹം ഈ വന്ന സഹാബി നബി തങ്ങളോടൊപ്പം അഷ്ഹദു അന്നി സ്വല്ലൈതുൽ ഫജ്റ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ മസ്ജിദിൽ കഅബ ഇലാ മസ്ജിദി ബൈത്തുൽ ഹറാം മസ്ജിദുൽ ഹറാമിലെ പള്ളിയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സുബ്ഹി നിസ്കരിച്ചു കൊണ്ട് വരികയാണ് ഞാൻ സാക്ഷിയ. ആ റുക്കോയിൽ തന്നെ സഹാബത്ത് നേരെ തിരിഞ്ഞു. മടക്കി നിസ്കരിച്ചല്ല, ആ റുക്കോയിൽ തന്നെ തിരിഞ്ഞു. എന്നിട്ട് ആ നിസ്കാരം പൂർത്തിയാക്കി. അപ്പോ 2 ഖിബിലയിലേക്ക് നിസ്കരിച്ചത് മസ്ജിദുൽ ഖുബക്കും ഉണ്ട്. പക്ഷെ ആ പേര് അതിന് വന്നില്ലല്ലോ. അതിന്റെ കാരണം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരേ സമയത്ത് ബൈത്തുൽ മുഖദ്ദസിലേക്കും കഅബയിലേക്കും നിസ്കരിക്കാനുള്ള അപൂർവ ഭാഗ്യം ലഭിച്ചു എന്നതുകൊണ്ടാണ്. സഹാബത്ത് വിവരം കിട്ടാൻ താമസിച്ചത് കൊണ്ട്, വിവരം കിട്ടുമ്പോൾ ഒരു നിയമം, പുതിയ നിയമം ഇറങ്ങി അല്ലെങ്കിൽ ഉള്ള നിയമം നസ്ഖ് ചെയ്താൽ ആ വിവരം കിട്ടുന്നത് വരെ ചെയ്ത പണിക്കൊന്നും മാറ്റേണ്ടതില്ല എന്നാണ്. വിവരം കിട്ടിയോടെ മുതൽ ചെയ്ത. അതുകൊണ്ട് സുബഹി മുതൽക്കാണ് മസ്ജിദ് ഖുബക്കാര് കഅബ ഷരീഫ്. ഇത് ശഅബാൻ മാസത്തിലാണ്. ഈ ശഅബാനും കഴിഞ്ഞ് ആ ശഅബാനിലാണ് ബഹുമാനപ്പെട്ട വിശുദ്ധ റമളാനുൽ ഷരീഫിലെ നോമ്പ് ഫർളാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർഡർ തരുന്നത്. റമളാൻ അതുവരെ നോമ്പ് മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം നോമ്പ് നോൽക്കും. ആശൂറ നോമ്പ് നോൽക്കും. അതേ ഉള്ളൂയിരുന്നു. ആശൂറ നോമ്പ് മദീനത്തെത്തിയതിന് ശേഷം ഫർളാക്കി എന്നാണ് പറയുന്നത്. അവിടെ ഒരു തെറ്റിദ്ധരിപ്പിക്കലുണ്ട്. ചരിത്രം പറയുന്നിടത്ത് അതിലൊക്കെ പാടെ നിന്നാൽ നമുക്ക് സമയം ഉണ്ടാവില്ല. എന്നാലും വേണമല്ലോ. ഇവിടെ ശത്രുക്കൾ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ആശൂറ നോമ്പ് നോറ്റ യഹൂദികളെ കണ്ടിട്ടാണ് നബി തങ്ങൾ മദീനത്തിൽ ചെന്നപ്പോൾ യഹൂദികൾ ആശൂറ നോമ്പ് നോൽക്കുന്നത് കണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ദിവസം നോമ്പ് നോൽക്കണമെന്ന് ചോദിച്ചപ്പോൾ
അത് വലിയ മഹത്തായ ദിവസമാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും ഇസ്രായേലികളെയും അള്ളാഹു തആല രക്ഷപ്പെടുത്തുകയും ശത്രുവാകുന്ന ഫറോവയെയും കിങ്കരന്മാരെയും മുക്കിക്കൊല്ലുകയും ചെയ്ത ദിവസമായതുകൊണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാം ശുക്രായിട്ട് നോമ്പ് പറ്റതാണ്. ഞങ്ങൾ അദ്ദേഹത്തെ പിന്തുടർന്ന് നോമ്പ് വിൽക്കുകയാണെന്ന് പറഞ്ഞപ്പം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, വനഹ്നു അഹഖു മൂസാ മിൻകും, നിങ്ങളെക്കാൾ മൂസാ നബി അലൈഹി ഇസ്ലാമുമായിട്ട് കടപ്പാട് ഞങ്ങൾക്ക്. മൂസാ നബി മുഅ്മിനും മുവഹിദുമാണ്, ഞങ്ങൾ മുഅ്മിനുകളാണ്, മുവഹിദുകളാണ്, നിങ്ങൾ ശിർക്ക് ചെയ്യുന്നവരാ, നിങ്ങൾ മൂസാ നബിയായിട്ട് ഒരു ബന്ധവുമില്ല, ഞങ്ങളാണ് എന്ന് പറയുകയും സഹാബത്തിനോട് നോമ്പ് നോൽക്കാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. പറഞ്ഞാൽ അന്ന് മുതൽ ഫർളായി. യഹൂദികൾ ചെയ്യുന്നത് കണ്ടിട്ടല്ല നബി തങ്ങൾ ഇസ്ലാം മതത്തിൽ നേരത്തെ തന്നെ ബീവി ആയിഷ റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഇമാം മുസ്ലിമിന്റെ ഹദീസ് കാണാം. മക്ക മുശ്രിക്കുകൾ ജാഹിലിയ കാലത്ത് തന്നെ ആശുറ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു. ഇസ്ലാമിന്റെ മുമ്പും അതിനുശേഷവും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മുഹാജിറുകളായിരുന്ന സഹാബത്തും നേരത്തെ തന്നെ ആശുറ നോമ്പ് നോൽക്കലുണ്ടായിരുന്നു. പക്ഷെ അവര് ജാഹിലീങ്ങളായതുകൊണ്ട് എന്താ ഈ ആശുറ നോമ്പിന്റെ കാരണം എന്താന്ന് ഓൽക്കറിയില്ല. ഓൽ നോൽക്കുന്നുണ്ട്. ഓല കാരണം എന്താ? ഓല ഉപ്പാപ്പയാവുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ അഗ്നി പരീക്ഷണത്തിന് വിധേയമാക്കി അഗ്നികുണ്ടാരത്തിൽ ബന്ധു ചാമ്പലാകാതെ അല്ലാഹു തആല സുരക്ഷിതനായി സലാമത്താക്കിയ ആശുറ ദിവസത്തിലാ. അപ്പോ ഉപ്പാപ്പ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സലാമത്തിന് ശുക്രായിട്ടാണ് അവർ നോൽബൽക്കുക. പക്ഷെ അവർക്കത് അറിയില്ല. ഇവർ കിതാബും വിവരമുള്ളവരുണ്ടല്ലോ, നിങ്ങൾ എന്തിനാ നോൽബൽക്കണം എന്ന് ചോദിച്ചാൽ അവർക്ക് വിവരമുണ്ട്. ഈ വ്യത്യാസമേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളും സഹാബത്തും മാത്രമല്ല, അബൂജഹൽ ഉൾപ്പെടെയുള്ള മക്കാ മുശ്രിക്കുകളൊക്കെ നേരത്തെ എന്താക്കുന്നുണ്ട്? ആശുറ നോമ്പ് നോൽക്കുന്നുണ്ട്. അല്ലാതെ യഹൂദികൾ നോൽക്കുന്നത് കണ്ടിട്ട് മറ്റേയല്ല. യഹൂദികളോട് നിങ്ങൾക്ക് എന്താ കാരണം എന്ന് ചോദിച്ചു. ഓലൊരു കാരണം പറഞ്ഞു, മറ്റോൽക്ക് അക്കാരണമുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അഗ്നി പരീക്ഷണത്തിന് വിജയിപ്പിച്ച കാരണമുണ്ട്. നേരത്തെ സുന്നത്തായി നോറ്റിയിരുന്നു, ഇപ്പോൾ ഫർളായി നോൽക്കാൻ കൽപ്പിച്ചു. എന്നാൽ പിറ്റത്തെ കൊല്ലം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാൻ മാസം നോമ്പ് ഫർളാക്കിയില്ലേ? നോമ്പ് ഫർളാക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് അയ്യാമുൽ ബീദിന്റെ നോമ്പ്, ആശുറയുടെ നോമ്പ്, ഇതൊക്കെ ഇനി ഇഷ്ടമുള്ളവർ നോറ്റാൽ മതി, നിർബന്ധമായി ഇനി റമളാനിൽ നോറ്റാൽ മതി. റമളാനിന്റെ നോമ്പ് എന്നെ നിർബന്ധമാക്കിയത് എന്താ? ആദ്യകാലത്ത് നോൽക്കാൻ കഴിവുള്ളവര് സൗകര്യമുണ്ടെങ്കിൽ നോൽക്കുക, ഇല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് ഒരു മുത്ത് ഭക്ഷ്യധാന്യം ദാനം ചെയ്യുക, രണ്ടാലൊന്ന് ചെയ്താൽ മതി എന്നാ. കാരണം എന്താ? ഫസ്റ്റിൽ ഒറ്റടിക്ക് എല്ലാവരോടും നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞാൽ ശീലമില്ലാത്തവർക്ക് ബുദ്ധിമുട്ടാണ്ട. അപ്പോ ക്രമേണ നിയമം മാറ്റുക എന്നുള്ളവർക്ക് സാധിക്കുന്നവർ നോമ്പെടുക്കുക, അല്ലാത്തവർ ദിവസത്തിനൊരു മുത്ത് സാധു മിസ്കിന്മാർക്ക് ദാനം ചെയ്യുക എന്ന കൽപ്പന കൊടുത്തു. പിന്നീട് അത് ഏകദേശം ശീലമായി വന്നപ്പോഴാണ് അല്ലാഹു തആല പറഞ്ഞ് ഫമൻ ഷഹിദ മിൻകുമു ശഹ്റ ഫല്യസുംഹു, ഇനി റമളാൻ മാസം ഉദിച്ചാൽ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ആളുകൾ നോറ്റുകൊള്ളണം. തടിക്കാഫിയത്തുണ്ടെങ്കിൽ നോറ്റുകൊള്ളണം, ഇഷ്ടമുണ്ടെങ്കിൽ നോൽക്കുക, ഇല്ലെങ്കിൽ ഫിദിയ കൊടുക്കുക എന്ന് പറയുന്ന അവസ്ഥ മാറ്റി. ഇപ്പോഴും മഗ്രിബ് മുതൽ ഇശാ വരെ മാത്രമേ നോമ്പ് തുറക്കാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. ഇശാ നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ പിറ്റേന്ന് നോമ്പ് തുറക്കുന്ന സമയം വരെ നോമ്പാണ്. അത് പിന്നീട് കുറെ കഴിഞ്ഞതിന് ശേഷമാണ് റമളാൻ നിർബന്ധമാക്കപ്പെട്ട മാസം. റമളാനിൽ മൂന്നാമത് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ധനത്തിന്റെ സക്കാത്ത് ഫർളായി കൽപ്പിച്ചു. അതുവരെ കഴിവുള്ളവർ കഴിവില്ലാത്തവർക്ക് തന്റെ ധനത്തിൽ നിന്നിട്ട് കഴിയുന്നത്ര സഹായിക്കുക എന്നല്ലാതെ ഫർളായ സക്കാത്തിന്റെ നിയമം വന്നിട്ടില്ല. റമളാൻ കഴിയുന്നതിന് 2 ദിവസം മുമ്പായിട്ട് ഫിത്ർ സക്കാത്ത് ഫർളായി, അതും കൽപ്പിച്ചു. ഇതൊക്കെ ഹിജ്റ 2-ാം വർഷത്തെ റമളാനിലാണ്, ശഅബാനിലും റമളാനിലുമായി നടക്കുന്നത്. ഈ റമളാനിലാണ് നേരത്തെ അബൂ സുഫിയാനും കൂട്ടരും കച്ചവടത്തിന് പോയ ആ സംഘത്തിൽ 70 ആളുകളെ ഉള്ളൂ. 1500 ഒട്ടകങ്ങളും അതിന് ചുമക്കാവുന്ന സമ്പത്തുമുണ്ട്. ഈ സ്വത്തിനൊരു പ്രത്യേകതയുണ്ട്. എല്ലാവരും കൂടി ഷെയർ എടുത്തുകൊണ്ട് ചെയ്യുന്ന കച്ചവട. ഈ കച്ചവടം കഴിഞ്ഞു വന്നാൽ കച്ചവടത്തിലേക്ക് മുടക്കിയ മൂലധനം മാത്രം ഉടമക്കാർക്ക് തിരിച്ചു കൊടുക്കുമെന്നും ലാഭം മുഴുവനും രാജ്യരക്ഷാ ഫണ്ടിലേക്ക് സംഭാവനയാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ യാത്ര ഇത്. ഈ 1500 ഒട്ടകങ്ങൾക്ക് വഹിക്കാവുന്ന വിലപിടിപ്പുള്ള ചരക്കുകൾ മക്കയിലെത്തി ആഭ്യന്തര മാർക്കറ്റിൽ വിറ്റാൽ കിട്ടുന്ന വിലയിൽ
മുടക്ക് മുതലൊഴിച്ച് വരുന്ന ഭീമമായ ലാഭസംഖ്യ മുഴുവനും മദീനക്കെതിരിൽ യുദ്ധം ചെയ്യാനുള്ള യുദ്ധ ഫണ്ടിലേക്ക് മാറ്റിവെക്കപ്പെട്ടതാണ്. ഇത് തടഞ്ഞേ പറ്റൂ. അതുകൊണ്ട് അബൂ സുഫിയാനും കൂട്ടരും തിരിച്ചു വരുന്നുണ്ട് എന്ന വാർത്ത കേട്ട് റമദാൻ ആദ്യത്തിലാണ്. ഉടനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവരെ തടയണം. അതുകൊണ്ട് സൗകര്യമുള്ളവർ, സ്ഥലത്തുള്ളവർ എല്ലാവരും പോരും. ചരിത്രത്തിൽ ആദ്യമായി അൻസാറുകൾ പുറപ്പെട്ട യുദ്ധമാണ്. ആകെ 305 പേർ. ബദരീങ്ങൾ 313 തന്നെ ബലപ്പെട്ട അഭിപ്രായം. പിന്നെ പല അഭിപ്രായങ്ങളുണ്ട്. 14 എന്നും 15 എന്നും 365 എന്നും ഒക്കെ ഉണ്ട്. അതൊന്നും അത്ര ബലപ്പെട്ട അഭിപ്രായങ്ങളല്ല. ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച അഭിപ്രായം 313 പേർ എന്ന. പക്ഷേ ഈ 313 പേരിൽ 8 ആളുകൾ യുദ്ധക്കളത്തിൽ വന്നിട്ടേ ഇല്ല. അവര് വിവിധ കാരണങ്ങളാൽ മദീനയിലോ മറ്റ് പ്രദേശങ്ങളിലോ ആയി കഴിഞ്ഞുകൂടിയവരാണ്. അവർ യുദ്ധത്തിന് പോയിട്ടില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിന് പുറപ്പെടാൻ പോകുമ്പം ഭാര്യ റുഖിയ ബീവി, നബി തങ്ങളുടെ മോള്, തീരെ സുഖമില്ലാതെ ഗുരുതരാവസ്ഥയിൽ കിടക്കുകയാണ്. അപ്പൊ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പുറപ്പെടാൻ തയ്യാറായി. ഇപ്പം പറഞ്ഞു, നിങ്ങളിപ്പോൾ പോരരുത്, കാരണം ഞാനോ ഇപ്പം ഏതായാലും പോകാതെ വയ്യ. നിങ്ങൾ കൂടി പോന്നാൽ റുഖിയയുടെ അവസ്ഥ കണ്ടിട്ട് കുറച്ച് മോശമാണ്. അപ്പൊ രണ്ടാളും കൂടി ഇവിടെ ഇല്ലാതെ വേറെ ആരും മക്കളാരും ആയിട്ടില്ലല്ലോ. മക്കളുണ്ടായിട്ടില്ലേ? ഒരു കുട്ടി ഉണ്ടായിരുന്നു, അത് പറഞ്ഞേക്ക്. അത് ചെറുപ്പത്തിൽ തന്നെ 6 വയസ്സ് പൂർത്തിയാകുന്ന സമയത്ത് പണ്ട് നമ്മൾ പറഞ്ഞില്ലേ, കണ്ണിന് കോഴി ഒത്തിയിട്ട് ഫാത്തായിന്ന് സാധാ തിങ്ങൾ അഹ്ലുബൈത്തിനെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു. അതങ്ങനെ ആ കുട്ടിയെ കണ്ണിന് കോഴി ഒത്തിയിട്ട് മരിച്ചുപോയി. വേറെ കുട്ടികളൊന്നുമില്ല. പിന്നെ ആങ്ങളാരെന്ന് അറിയാൻ വേറെ നബി തങ്ങൾക്ക് വേറെ മക്കളൊന്നും ഇല്ലല്ലോ, ആൺകുട്ടികൾ. അപ്പൊ ഞാനും നിങ്ങളും കൂടി പോയാൽ പറ്റൂല. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്നോളി, ഞങ്ങൾ പോയിട്ട് തിരിച്ചു വരുന്നത് വരെ എന്തൊക്കെ ഉണ്ടോ അതിലൊക്കെ നിങ്ങൾ ഒരാളായിരിക്കും എന്ന് പറഞ്ഞു. 2 ആളുകളെ ഷാമിന്റെ ഭാഗത്തിന് വരുന്ന ഒരു സൈന്യത്തെക്കുറിച്ചുള്ള ന്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് അയച്ചു. അവരാ ന്യൂസ് അന്വേഷിച്ച് വന്നപ്പോക്ക് ബദർ യുദ്ധം കഴിഞ്ഞു. മറ്റ് 2 ആളുകള് ഒരൊട്ടകപ്പുറത്ത് യാത്ര ചെയ്യുന്നു. ആ ഒട്ടകം ഇടക്ക് വെച്ചിട്ട് നടുവൊടിഞ്ഞ് യാത്ര ചെയ്യാൻ പറ്റാതായി. ഇവര് പിന്നെ ഇതിനെ ശുശ്രൂഷിച്ച് രക്ഷപ്പെടുത്താൻ പറ്റുമോ നോക്കി താമസിച്ചു. അവസാനമൊക്കെ കഴിഞ്ഞ് രണ്ടും കൽപ്പിച്ച് കാലനടയിട്ട് പോകാൻ ചെന്നപ്പോത്തിന് യുദ്ധം കഴിഞ്ഞു. ഇങ്ങനെ വിവിധ കാരണങ്ങളാൽ 8 ആളുകൾ യുദ്ധത്തിന് പോയിട്ടില്ല. അവരൊക്കെ ബദരീങ്ങളാണ്. 305 ആളുകളാണുള്ളത്. ഇവർ പുറപ്പെട്ട വാർത്ത വിശദമായിട്ടുള്ളൊരു ചരിത്രം ബദർ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. അത് നമ്മളെപ്പോഴും കേൾക്കുന്നതാ. അതിൽ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ മാത്രം പറയാനുണ്ട്. ആ ഭാഗം നാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.